കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് ഈ വൈകിയ വേളയിൽ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രാർത്ഥനാധ്വനിയുടെ ഫേസ്ബുക്ക് ലൈവ് പ്രോഗ്രാമിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ വചനമായി നിൽക്കുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കി തന്ന നല്ല സമയത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനൊരവസരം എനിക്ക് വേണ്ടി ഒരുക്കി തന്ന കർത്താവിന്റെ വലിയ ദാസൻ ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥനാദിന ശുശ്രൂഷയ്ക്ക് ദൈവാത്മനിയോഗത്താൽ നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ ബെൻസൺ അവர்களോട്, തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റ് സഹപ്രവർത്തകരോടും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ ലൈവിൽ ലോകത്തിന്റെ പല കോണുകളിലായിരുന്നുകൊണ്ട് എന്നെ വാച്ച് ചെയ്യുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ദൈവദാസന്മാർക്കും ക്രിസ്തുയേശുവിന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നാം തുടർമാനമായി ഒരു പ്രത്യേക വിഷയം ആസ്പദമാക്കി ദൈവത്തിന് വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. വീണ്ടെടുപ്പിന്റെ വില, ദ പ്രൈസ് ഓഫ് റിഡംഷൻ എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവദാസന്മാരിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് പ്രത്യേകാൽ ദൈവദാസനോട് ഞാനൊരു വാക്ക് എന്റെ സ്നേഹവും നന്ദിയും അറിയിപ്പാൻ ആഗ്രഹിക്കുന്നത്, വളരെ അർത്ഥവത്തായ ഒരു വിഷയമാണ് ഈ ദിവസങ്ങളിൽ ചിന്തയ്ക്കായി ദൈവദാസന് ദൈവത്തെ ആത്മാ നൽകി തന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മനുഷ്യന്റെ വീണ്ടെടുപ്പ് എന്നുള്ളത് ക്രിസ്തീയ പ്രേക്ഷിത രംഗത്ത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നിത്യതയിൽ നിന്ന് നിത്യതയിലേക്കുള്ള സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന്റെ പദ്ധതിയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് മനുഷ്യന്റെ വീണ്ടെടുപ്പ് എന്നുള്ളത്. ലോകത്തിൽ ഇതര മതങ്ങൾക്കൊന്നും മുമ്പോട്ട് വെക്കാൻ കഴിയാത്ത, ഓഫർ ചെയ്യാൻ കഴിയാത്ത അതുല്യമായ ഏറ്റവും ശ്രേഷ്ഠമായ ദൈവിക പ്രവൃത്തിയുടെ ഒരു പ്രദർശനമാണ് അല്ലെങ്കിൽ വെളിപ്പാടാണ് മനുഷ്യന്റെ വീണ്ടെടുപ്പ് എന്നുള്ളത്. ഇതര മതങ്ങൾക്കൊന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള വീണ്ടെടുപ്പിനെ പ്രാപിപ്പാനോ ഓഫർ ചെയ്യാനോ കഴിയാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി പ്രാരംഭമായി ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മറുവിലയായി നിന്നതുകൊണ്ട്, തന്നതുകൊണ്ട്, അവൻ നമുക്ക് വീണ്ടെടുപ്പായി തീർന്നതുകൊണ്ടാണ് ഇന്ന് രാത്രിയും ഈ തിരുവചനം സംസാരിക്കുവാനും കേൾക്കുവാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഇടയായത്. അതിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് അനവധി വാക്യങ്ങളും അനവധി സന്ദർഭ ഉചിതമായ വാക്യശകലങ്ങളൊക്കെ എനിക്ക് മുമ്പ് സംസാരിച്ച, പല ദിവസങ്ങളായി സംസാരിച്ച ദൈവദാസന്മാർ വളരെ വിശദമായിട്ട് നമ്മെ പറഞ്ഞു കേൾപ്പിക്കുകയുണ്ടായി. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീർന്നെന്നുള്ളത് നിസ്തർക്കമായ ഒരു കാര്യമാണ്. ഇന്ന് രാത്രിയിൽ പ്രാരംഭമായി ഞാൻ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. 49 സങ്കീർത്തനം, അതിന്റെ 7ഉം 8ഉം വാക്യങ്ങൾ ഇങ്ങനെയാണ്. 7, 8, 9 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കട്ടെ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാളും സാധിക്കുകയില്ല. സങ്കീർത്തനക്കാരൻ പറയുന്നത്, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. കാരണം അവന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന, ഇനിയും ജീവിക്കുവാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനും കൊടുത്തു തീർക്കുവാൻ കഴിയാത്ത ഒരു വലിയ വില കൊടുത്താണ് നമ്മെ ഓരോരുത്തരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം തന്റെ ഭവനക്കാരാക്കി തീർത്തത്. അതിന് താൻ കൊടുത്ത വില എന്തുള്ളതാണ് നാം ഈ ദിവസം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ഈ ഭൂമിയും ചരാചരങ്ങളും സൃഷ്ടിച്ച ദൈവം ആമേൻ മനുഷ്യനെ സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയതിനു ശേഷം പാപം അവരിലേക്ക് പ്രവേശിക്കുന്ന ചരിത്രമൊക്കെ നമുക്കറിയാം. നാം അതിനെക്കുറിച്ചൊന്നും ഇന്ന് രാത്രി ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ദൈവത്തോടുള്ള സമത്വത്തിൽ ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൈവത്തോടുള്ള കൂട്ടായ്മയിലും ദൈവത്തോടുള്ള സഹവർത്തിത്വത്തിലും നിത്യതയോളം വാഴണമെന്ന് കർത്താവ് ആഗ്രഹിച്ചാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിലും പാപം അതിന്റെ ഇടയിൽ വില്ലനായി വന്നു നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പിശാച്, ദുഷ്ടപിശാച് അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തികളോട് എന്നും എതിർത്ത് നിൽക്കുന്ന പിശാച്
തനിക്ക് ദൈവസന്നിധിയിൽ ഉണ്ടായിരുന്ന സ്ഥാനം നഷ്ടമായപ്പോൾ പകരമായി ദൈവം കൊണ്ടുവന്ന മനുഷ്യനെ ഏത് വിധേനയും ആ ദൈവത്തിൽ നകറ്റിക്കളയുവാനായി അക്ഷീണമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തനിക്കൊരവസരം വീണ് കിട്ടിയത്. ആ അവസരം താൻ മുതലാക്കി മനുഷ്യനും ദൈവവുമായിട്ടുള്ള സ്വർഗീയമായ കൂട്ടായ്മ, ആത്മീക സംസർഗം അവിടെ നഷ്ടമായതാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ വിശേഷിച്ച് അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. നമുക്ക് ചരിത്രം അറിയാമല്ലോ. എന്നാൽ കരുണാമയനായ ദൈവം, സ്നേഹവാനായ ദൈവം, വീണുപോയ മനുഷ്യനെ അവന്റെ വീഴ്ചയിൽ വിട്ടുകളയുവാൻ ആഗ്രഹിക്കാത്ത ദൈവം ആ മനുഷ്യനെ തന്റെ അടുക്കിലേക്ക്, തങ്കലേക്ക്, ആദിയിൽ തനിക്കുണ്ടായിരുന്ന ആ സ്നേഹത്തിലേക്കും ഊഷ്മളതയിലേക്കും സഹവർത്തിത്വത്തിലേക്കും ആത്മീയ ബന്ധത്തിലേക്കും മടക്കി വരുത്തേണ്ടതിനായിട്ട് ഒരാടിനെ അറുത്ത് അതിന്റെ തോൽ കൊണ്ട് അവർക്ക് വസ്ത്രം ഉടുപ്പിച്ചു നാം വായിക്കുന്നുണ്ട്. ആമേൻ. തോൽ കൊണ്ട് യഹോവ ദൈവം ആദമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി അവരെ ധരിപ്പിച്ചു. ആമേൻ. പാപങ്ങളുടെ ലംഘനത്തിനായി പാപം ചെയ്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ കഴിയാതെ ഓടി ഒളിച്ച മനുഷ്യനെ പിന്നെയും ദൈവത്തിന്റെ സന്നിധിയിൽ നിർത്തേണ്ടതിനായിട്ട് യഹോവയെ ദൈവം അവിടെ ഒരു മൃഗത്തെ അറുത്ത് ആ മൃഗത്തിന്റെ തോൽ കൊണ്ട് അവർക്ക് വസ്ത്രം ഉടുത്തു എന്നുള്ളത് നമുക്കെല്ലാം പരിചിതമായ ഒരു കാര്യമാണ്. ഏതനിൽ തുടങ്ങിയ ആ യാഗം കാലാകാലങ്ങളിൽ പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ നീണ്ടുപോയിക്കൊണ്ടിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പാപത്തിന്റെ ലംഘനത്തിന്, പാപത്തിന് പരിഹാരം വരുത്തുവാൻ, അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ മോശെയുടെ ന്യായപ്രമാണത്തിൽ കൂടെ യഹോവയെ ദൈവം തന്റെ സ്വന്തം ജനമായ ഇസ്രായേലിന് അവരുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി, വീണ്ടെടുപ്പിനായി യാഗങ്ങൾ നിയമിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യാഗം ചെയ്ത് യഹോവയുടെ നിയമം ചെയ്ത വിശുദ്ധന്മാരെ കർത്താവ് അംഗീകരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യാഗങ്ങളെക്കുറിച്ച് ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിലൊക്കെ അനവധിയായ ആ ലേവ്യ പുസ്തകം മുഴുവനും തന്നെ യഹോവയെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി, അതിക്രമങ്ങളുടെ മോചനത്തിനായി കഴിക്കേണ്ടുന്ന യാഗങ്ങളെക്കുറിച്ച്, വിവിധങ്ങളായ യാഗങ്ങളെക്കുറിച്ച് സവിസ്തരം പ്രഖ്യാപിക്കും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് മഹാപാപ പരിഹാര ദിവസം, ഡേ ഓഫ് അറ്റോൺമെന്റിനെ കുറിച്ച് നമ്മൾ സവിസ്തരമായിട്ട് പറയുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ആണ്ടിലൊരിക്കൽ ദൈവത്തിന് സ്തോത്രം, മഹാപുരോഹിതൻ തന്റെയും തന്റെ കുടുംബത്തിന്റെയും ഇസ്രായേൽ ജനത്തിന് മുഴുവനും പാപങ്ങളുടെ പരിഹാരത്തിനായി കഴിക്കുന്ന യാഗത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിന്റെ അതെല്ലാ വാക്യങ്ങളും അതിന്റെയാണെങ്കിലും അതിന്റെ 1-2 വാക്യങ്ങൾ ഞാനൊന്ന് പ്രാരംഭമായി നമ്മുടെ അറിവിലായിട്ട് ഒന്ന് വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 16-ാം അധ്യായത്തിന്റെ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. 16-17 അതായത് ഇങ്ങനെ അവൻ തനിക്കും കുടുംബത്തിനും ഇസ്രായേലിന്റെ സർവ്വസഭയ്ക്കും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. ഇങ്ങനെ മഹാപുരോഹിതൻ ഇങ്ങനെ അവൻ തനിക്കും കുടുംബത്തിനും, ദൈവത്തിന് സ്തോത്രം, ഇസ്രായേലിന്റെ സർവ്വസഭയ്ക്കും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 2 കോലാട്ടുകൊറ്റന്മാരെ തിരഞ്ഞെടുക്കണം. യഹോവയ്ക്ക് ചീട്ട് വീണ കോലാട്ടുകൊറ്റനെ അഹരോൻ കൊണ്ടുവന്ന് പാപയാഗമായി അർപ്പിക്കണം. പിന്നെ അവൻ ജനത്തിനു വേണ്ടിയുള്ള പാപയാഗത്തിന് കോലാട്ടുകൊറ്റനെ അറുത്ത് രക്തം തിരശ്ശീലിക്കകത്ത് കൊണ്ടുവന്ന് കാളയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ അതിന്റെ രക്തം കൊണ്ടും കൃപാസനത്തിന്റെ മുമ്പിലും തളിക്കണം. കൃപാസനത്തിന്മേലും കൃപാസനത്തിന് മുമ്പിലും തളിക്കണം എന്നുള്ളതായിരുന്നു ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ചിരുന്ന പ്രമാണം. ദൈവത്തിന് സ്തോത്രം. പ്രായശ്ചിത്തമായി തീരേണ്ടത് രക്തമാണ്. ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്നിട്ട് പറയുകയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തമാകുന്നത്. മാനവജാതിയുടെ പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ മറ്റൊന്നിനും കഴിയാതിരിക്കുമ്പോൾ യഹോവേ ദൈവം പറയുകയാണ്, രക്തമാണ് ജീവൻ മൂലമായി പ്രായശ്ചിത്തമാകുന്നത്. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നാം അത് വായിച്ചു. 16-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വേറൊരു കാര്യം വായിക്കുന്നത്, സംവത്സരത്തിലൊരിക്കൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അവരുടെ സകല പാപങ്ങൾക്കായിട്ടും പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. യഹോവയെ ദൈവം തന്റെ വീണ്ടെടുത്ത ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിലേക്ക് അവരുടെ ജീവിതത്തിൽ
ദൈനംദിന ജീവിതത്തിൽ മരുപ്രയാണത്തിൽ വന്നു ഭവിക്കുന്ന അശുദ്ധിയും തിന്മയും അധാർമികവും അസാൻമാർഗികവുമായ സകല പാപങ്ങളെയും വിട്ട് കഴുകൽ പ്രാപിച്ച് വിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുക്കുവാൻ വേണ്ടി ദൈവം വെച്ചത് വ്യവസ്ഥയാണ്. ആണ്ടിലൊരിക്കൽ, സംവത്സരത്തിലൊരിക്കൽ മഹാപുരോഹിതൻ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അവരുടെ സകല പാപങ്ങൾക്കായിട്ടും പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് ഒരു നിയമം വെച്ചു. ആ പ്രായശ്ചിത്തത്തിന് മുമ്പേ വായിച്ചതുപോലെ സംവത്സരത്തിലൊരിക്കൽ യഹോവയ്ക്ക് വേണ്ടിയുള്ള കോലാട്ടുകൊറ്റനെ, പാപയാഗത്തിന്റെ കോലാട്ടുകൊറ്റനെ അറുത്ത് രക്തം കൊണ്ട് മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്ത് കടന്ന് കൃപാസനത്തിന് മേലും കൃപാസനത്തിലും ഈ രക്തം തളിച്ച് മടങ്ങി വരുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് തങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വന്നു എന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, സംവത്സരം ഒരിക്കൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അവരുടെ സകല പാപങ്ങൾക്കായിട്ടും പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് എന്നേക്കുമുള്ള ഒരു ചട്ടമായിട്ട് യഹോവ ദൈവം മോശെ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് ഒരു പ്രമാണം കൊടുത്തു. ഈ ലേവ്യ പുസ്തകത്തിലെ യാഗങ്ങളുടെ പ്രമാണങ്ങളൊക്കെ നിഴലായി നിൽക്കുമ്പോൾ, അതൊക്കെ പ്രതിബിംബമായി നിൽക്കുമ്പോൾ, വാസ്തവമായതൊന്ന് നാം എബ്രായ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. എബ്രായ ലേഖനകർത്താവ് വളരെ വ്യക്തമായിട്ട് ഈ യാഗങ്ങളെക്കുറിച്ചും അതിന്റെ പരിസമാപ്തിയെക്കുറിച്ചും അതിന്റെ പൊരുളിനെക്കുറിച്ചും സവിസ്തരമായിട്ട് വായിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എത്ര ആഴമായി, എത്ര വാസ്തവമായിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ എബ്രായ ലേഖനത്തിൽ ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് അതിന് തുടർമാനമായി ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ ലേവ്യ പുസ്തകത്തിൽ വായിച്ച ഭാഗത്തിന്റെ തന്നെ അതിന്റെ ഒരു തുടർമാനമായിട്ട് എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്. 9:25 നാം ഇങ്ങനെ വായിക്കുന്നു: മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. മനുഷ്യന്റെ വീണ്ടെടുപ്പ് അത് മനുഷ്യന്റെ അസാധ്യമാണ്. ഈ ഭൂമിയിലുള്ളത് കാണപ്പെടുന്നതോ കാണപ്പെടാത്തതായ യാതൊരു വസ്തുക്കൾ കൊണ്ടും മനുഷ്യന്റെ വീണ്ടെടുപ്പ്, പാപത്തിൽ വീണുപോയ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന മനുഷ്യന്റെ വീണ്ടെടുപ്പ് ഒരു കാലത്ത് സാധ്യമല്ലാതിരിക്കുമ്പോൾ യഹോവ ദൈവത്തിന്റെ മുൻകാല നിത്യത്തിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അന്യരക്തത്തോടുകൂടെ മഹാപുരോഹിതന്മാർ എല്ലാ വർഷവും കടന്നുപോയി പ്രവേശിച്ചതുപോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. എന്നിട്ട് ലേഖനകർത്താവ് പറയുകയാണ്, എന്നാൽ അവൻ, ദൈവത്തിന് സ്തോത്രം, അവൻ എന്ന് പറയുന്നത് തന്റെ ഏകജാതനായ പുത്രൻ, സാക്ഷാൽ നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തു ലോകാവസാനത്തിൽ സ്വന്തയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായ ദൈവത്തെ സ്വന്തം രക്തം കൊണ്ട്. കാരണം നാം വായിച്ചല്ലോ 9:22 നാം വായിക്കുന്നു, ന്യായപ്രമാണ പ്രകാരം, ലേവ്യ പുസ്തകത്തിൽ വായിച്ച ന്യായപ്രമാണത്തിന്റെ പ്രകാരം അനുസരിച്ച്, ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. എന്നിട്ട് പറയുകയാണ്, രക്തം ചൊരിഞ്ഞിട്ടില്ലാതെ വിമോചനമില്ല. ജീവൻ രക്തത്തിലാകുന്നു. അതുകൊണ്ട് തന്നെ രക്തമാണ് ജീവൻ മൂലം പ്രായശ്ചിത്തമാകേണ്ടത്. എബ്രായ ലേഖനകർത്താവ് വീണ്ടും അതേ കാര്യം അറക്കിട്ട് ഉറപ്പിച്ചു പറയുകയാണ്, രക്തം ചൊരിഞ്ഞിട്ടില്ലാതെ വിമോചനമില്ല. പ്രിയമുള്ളവരെ, നമ്മെ വീണ്ടെടുക്കുവാൻ, മുഴു ലോകത്തെ വീണ്ടെടുക്കുവാൻ, മാനവജാതി വീണ്ടെടുക്കുവാൻ പിതാവായ ദൈവം നോക്കിയപ്പോൾ ഒരൊറ്റ വഴി ഉണ്ടായിരുന്നുള്ളൂ. അത് നിർമ്മലമായ, നിർദോഷമായ, പരിശുദ്ധമായ രക്തം ചിന്തേണ്ടതാണ് ആവശ്യമായിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി എന്ന് എബ്രായ ലേഖനം 9:25 വാക്യത്തിൽ 26 തുടർന്ന് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: അങ്ങ് ഔവണ്ണം തന്നെ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ക്രൂശ് മരണമാണ് നമ്മെ വീണ്ടെടുപ്പാൻ ഇടയായി തീർന്നുള്ള കാര്യം ഇന്ന് രാത്രി ഓർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. 9-ാം അധ്യായം 10-ാം അധ്യായം വായിക്കുമ്പോൾ നാം അറിയാതെ എത്രമാത്രം കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 11-ാം അധ്യായത്തിൽ 9-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ദീർഘമായത് വായിക്കേണ്ടതുണ്ട്. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനെ വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചു എന്ന് വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വന്നു. മഹോപരിതനെ വന്നിട്ട് സ്വന്തം രക്തത്താൽ ഒരു വീണ്ടെടുപ്പ് നമുക്ക് സാധിച്ചു. ദൈവത്തിന് സ്തോത്രം.
1 യോഹന്നാൻ 1:7 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് വേണ്ടി മറുവിലയായി തീർന്ന, നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശു കർത്താവിന്റെ രക്തമാണ് നമ്മുടെ സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇതിന് സ്വർഗത്തിൽ ദൈവം കൊടുക്കേണ്ടിയിരുന്ന വിലയെന്ന് പറഞ്ഞല്ലോ. അമ്മേ സ്വന്തം പുത്രനെ തന്നെ ആയിരുന്നു. ആ യെശയ്യാ 16:8 വാക്യം നമുക്കെല്ലാം വളരെ പരിചിതമാണ്. ഉസിയ രാജാവ് മരിച്ച കാണ്ടിൽ യഹോവയെ ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനടിക്കുന്ന പ്രവാചകൻ കാണുകയാണ്. സർവശക്തനായ ദൈവത്തിന്റെ തേജസ്സിന്റെ മഹത്വത്തിന്റെ പ്രത്യക്ഷതവൻ കാണുകയാണ്. സ്വർഗീയ ജീവികളുടെ കാഴ്ചവൻ കാണുകയാണ്. അതിന്റെ നടുവിൽ നിന്നൊരു ശബ്ദവും കേൾക്കുന്നു, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുന്നുള്ള ആമേൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം ആമേൻ പ്രവാചകൻ കേട്ടിട്ട് ആ സമയത്ത് പ്രവാചകന് മറുപടി അടിനിത് അടിനയക്കണമെന്നുള്ളതാണെങ്കിലും അതൊരു പ്രവചനിക ശബ്ദമായ ദൈവത്തിന് സ്തോത്രം. ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ആമേൻ എബ്രായ ലേഖനം തന്നെ 10-ാം 4 മുതൽ 7 വാക്യങ്ങളിൽ ആ വാക്യത്തിന്റെ യെശയ്യാ പ്രവാചകൻ കണ്ട ദർശനത്തിന്റെ ആമേൻ പൊരുൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ എബ്രായ ലേഖനം 10-ാം 4 മുതലുള്ള വാക്യം ഇങ്ങനെ വായിക്കുന്നു, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആകെ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാട് നീക്ഷിച്ചില്ല, എന്നാൽ ഒരു ശരീരം എനിക്ക് ഒരുക്കിയിരുന്നു. സർവാംഗ ഹോമങ്ങളിലും ഹോമയാഗങ്ങളിൽ നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 10-ാമത്തെ വാക്യവും 11-ാമത്തെ വാക്യം കൂടെ വായിക്കട്ടെ. ആ ഇഷ്ടത്തിൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്നാൽ യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് എന്ന് നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് ആമേ കാലസമ്പൂർണത വന്നപ്പോൾ ഈ ഭൂമിയിൽ മറിയയുടെ ഉദരത്തിൽ ജനിപ്പാനായി തീരുമാനിച്ചിട്ട് പിതാവ് ദൈവത്തോട് പറയുകയാണ്, ഇതാ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെട്ട. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 20-ാം വാക്യത്തിൽ കർത്താവ് ഒരു കാര്യം തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. ഇതാ ഞാൻ വരുന്നുവെന്ന് സ്വർഗത്തിലെ ദൈവത്തോട് പിതാവിനോട് പറഞ്ഞ കർത്താവ് ഭൂമിയിൽ വന്ന് ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ എന്റെ പിതാവിനോട് പറഞ്ഞിട്ടാണ് വന്നത്. എന്തിനാണ്? അനേകർക്ക് വേണ്ടി എന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനാണ് ഞാൻ വന്നതെന്ന് കർത്താവ് പറഞ്ഞു. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ്, തേജോമാനായ കർത്താവ്, ദൈവത്തിന് സ്തോത്രം, അവൻ നമ്മെ വീണ്ടെടുക്കുവാൻ, ആമേ മുഴു ലോകത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി ആമേ നമുക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച പദവികളും അവന്റെ ശ്രേഷ്ഠ മഹത്വം എത്രയോ അധികമാണ്. അതൊന്നൊന്നായി വർണ്ണിപ്പാൻ നമുക്ക് ആവതുള്ളതല്ല. ദൈവത്തിന് സ്തോത്രം. എഫേസ്യയിലെ അപ്പോസ്തലനായ പൗലോസ് വീണ്ടും പറയണം 1:7 വാക്യത്തിൽ, എഫേഷ്യൻസ് 1:7 വായിക്കുന്നു, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അവനിൽ നമുക്ക്, യേശു ക്രിസ്തുവിൽ നമുക്ക്, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് തങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് യേശു മതിയെന്ന് ഉള്ളം കൊണ്ട് വിശ്വസിച്ച്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, വായ കൊണ്ട് ഏറ്റുപറഞ്ഞ് അവനെ രക്ഷകനായി സ്നേഹിക്കുന്ന ഓരോ ദൈവ പൈതലിനും ജാതി മത വർണ്ണ വർഗ ഭേദമില്ല വിളിച്ചു പറയാൻ കരുതൊരു കാര്യമുണ്ട്, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഇന്ന് രാത്രിയിൽ നമുക്ക് വീണ്ടെടുപ്പ് ലഭിച്ചത് യേശു കർത്താവിന്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തിയത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 3-ാം 25 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ ആമേ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ആമേ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ആമേ തന്റെ പാരമ്പര്യങ്ങൾക്ക്, തന്റെ പഠിപ്പിന്, തന്റെ വിദ്യാഭ്യാസത്തിന്റെ തന്റെ സ്കോളറി ഇന്റലിജൻസ് കൊണ്ട് തനിക്ക് നേടുവാൻ കഴിയാതിരുന്ന ഒരു വലിയ നീതീകരണം പൗലോസ് പറയുകയാണ്. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. എന്നിട്ട് പറയണം, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ
കാണുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ മണിമകുടമായിരുന്നവൻ, സർവ്വ സൃഷ്ടിക്കും ആരംഭമായിരുന്നവൻ, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവനാൽ അവൻ മുഖാന്തരം അവനിലേക്കുമാകുന്നു തിരുവനന്തപുരം വായിക്കുന്നത് പോലെ സർവ്വ സൃഷ്ടിക്കും ആരംഭമായവൻ, ദൂതന്മാരുടെ ആരാധനാ പുരുഷനായിരുന്നവൻ, ഒരു വാക്കിനാൽ സകലത്തെ എന്നതിന്റെ ഒരു വാക്കിനാൽ സൃഷ്ടിച്ചവൻ, സകലത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തന ദൈവത്തോട് സമത്വമുണ്ടായിരുന്ന കർത്താവ് ആ സമത്വം വേണ്ട എന്ന് വെച്ച് താഴെ ഭൂമിയിലേക്ക് വന്നിട്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞ് പിതാവ് ദൈവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. Praise God. യേശു ക്രിസ്തു പരസ്യമായതുകൊണ്ട്, അവൻ പരസ്യകോലമായതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, നമുക്ക് വീണ്ടെടുപ്പ് സാധിച്ചു. അതിനവൻ കൊടുത്ത വില സ്വന്തം പ്രാണനായിരുന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തവൻ വായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വിപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ദൈവത്തിന് സ്തോത്രം. പിതാവായ ദൈവം പുത്രനാം ദൈവത്തെ പരസ്യമായി നിർത്തിയപ്പോൾ പുത്രനാം ദൈവം ആ പരസ്യമായി നിർത്തിയുടെ ചെയ്ത കാര്യം ആമേ അധികാരങ്ങളെ വാഴ്ചകളെയും ആയുധം വെപ്പിച്ച് പരസ്യകോലമാക്കി എന്ന്, പരസ്യ കാഴ്ചയാക്കി എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. അതുകൊണ്ടാണ് പ്രാഗൽഭ്യത്തോടെ ആമേ അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ വിളിച്ചു പറയുന്നത്, 8:1 വിളിച്ചു പറയുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ആമേ പിതാവായ ദൈവം തന്റെ പുത്രനെ പരസ്യമായി നിർത്തിയതുകൊണ്ട് നമ്മളുടെ പാപങ്ങൾക്ക് പകരമായി, മുഴുവൻ മാനവജാതിയുടെയും അതിക്രമങ്ങൾക്ക് പകരമായി സ്വന്തം കുമാരനെ കാൽവറി ക്രൂശിൽ കൈവിട്ടതുകൊണ്ട്, അവൻ മുഖം മറച്ചു കളഞ്ഞതുകൊണ്ട് ആമേൻ പൗലോസ് പറയുകയാണ്, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി അതുകൊണ്ട് ലോകത്തിന് ഏത് ഭാഗത്താണെങ്കിലും, ഇന്ത്യയിലാണെങ്കിലും ലോകത്തിലെ ഏത് ഭാഗത്താണെങ്കിലും സുവിശേഷ വയലിലായിരിക്കുന്ന ദൈവദാസന്മാരെ, സഹോദരന്മാരെ, ഒരു കാര്യം നമുക്ക് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയും. ആമേ മനുഷ്യന്റെ വീണ്ടെടുപ്പിന്റെ വില വിലയേറിയതാണ്. അതാർക്കും നൽകുവാൻ കഴിയാതിരുന്നപ്പോൾ സ്വന്തം പുത്രനെ ആദരിയാതെ ആമേ കാൽവറി ക്രൂശിൽ അവനെ പരസ്യ കാഴ്ചയാക്കി മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത പിതാവായ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കിയിട്ട് അപ്പോസ്തലൻ പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്, അതുകൊണ്ട് ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വീണ്ടും മറുവിലയായി തന്നെ താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ദൈവത്തിന് സ്തോത്രം. ആമേ സുവിശേഷ വയലിൽ ഏർപ്പെടി ദൈവദാസന്മാരെ നമുക്ക് പ്രാഗൽഭ്യത്തോടെ വിളിച്ചു പറയാം, എന്റെ നിങ്ങളുടെ വീണ്ടെടുപ്പ് സാധ്യമാകുവാൻ പിതാവായ ദൈവം സ്വന്തം പുത്രനെ മധ്യസ്ഥനാക്കി നിർത്തി. അവൻ ഏക മധ്യസ്ഥനാണ്, വേറൊരു മധ്യസ്ഥനില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരുവനതുപോലെ ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി വീണ്ടെടുപ്പിന് വേണ്ടി സ്വയം ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തു തന്നെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ നാം ഈ വചനം ചിന്തിക്കുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാരുമായിട്ട് ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ പറഞ്ഞു, ഞാൻ ഏകനല്ല, എന്നെ അയച്ച പിതാവ് എന്നോട് കൂടെയുണ്ട്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 27-46 വാക്യം, മാത്യു ചാപ്റ്റർ 27:46, തന്റെ ക്രൂശീകരണ സമയത്ത് നമുക്കറിയാം ക്രൂശിലെ മൊഴികളിലൊന്ന്, എന്റെ ദൈവമേ നിന്നെ കൈവിട്ടത് എന്ത്. ദൈവത്തിന് സ്തോത്രം. പിതാവ് ദൈവത്തോട് പറയുകയാണ്, എന്റെ ദൈവമേ നിന്നെ കൈവിട്ടതെന്ത്. ആമേൻ സ്തോത്രം. പിതാവ് ദൈവം ചില മിനിറ്റ് നേരത്തേക്ക് മുഖം മറച്ചു കളഞ്ഞു നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി നമ്മെ വീണ്ടെടുക്കുവാൻ അവൻ കൊടുത്ത വിലയെന്ന് പറയുന്നത് അനവധി കാര്യങ്ങളുണ്ട്. ഒന്ന്, പുത്രത്വത്തിൽ പുത്രനായി പിതാവ് ദൈവത്തോട് സമനായി സ്വർഗാദി സ്വർഗങ്ങളിൽ വാസം ചെയ്തിരുന്ന സാറാബുകൾ രണ്ടുകൊണ്ട് മുഖംമൂടി രണ്ടുകൊണ്ട് പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ നാർത്ത് വിളിക്കുന്ന സ്തുതിയുടെ മധ്യേ വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ആ ദൈവം സർവ്വ സൃഷ്ടിക്കും ആരംഭമായവൻ. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2 മുതൽ 12 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നഷ്ടമാക്കിയത് നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി അവൻ കൊടുത്ത വിലയുടെ ആൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ ആ ഭാഗം എന്ന് വായിക്കുകയാണ്. അത് ഇങ്ങനെയാണ് പറയുന്നത്, അവൻ
താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. പിതാവായ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തേന്തിന് ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. ദൈവത്തിന് സ്തോത്രം. സർവ സൃഷ്ടിക്ക് മുഖാന്തരമായവൻ, ആധാരമായവൻ, സൃഷ്ടിയായ മനുഷ്യന്റെ കൈകളാൽ ആണിയടിക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ അവന്റെ ത്യാഗം എത്ര വലുതാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്തിൽ വഹിക്കുന്നവനുമാകുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ജ്ഞാനം, അതിന്റെ ആഴം, അവന്റെ പ്രമേയധനം, അവന്റെ സർവശക്തി, അവന്റെ അധികാരം, ഇതൊക്കെ നോക്കുമ്പോൾ ഇതെല്ലാം ഒഴിഞ്ഞു വെച്ചിട്ട് വേഷത്തിൽ മനുഷ്യനായി ആമേൻ തന്നെ താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന കർത്താവിന് ആമേൻ താൻ കൊടുത്ത വിലയെക്കുറിച്ച് നമുക്ക് ഊഹിക്കാവതല്ല. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുന്നു, അവൻ ദേവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. താഴേക്ക് വരുമ്പോൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ആമേൻ, ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്തു. അവൻ കാറ്റുകളെ തന്നെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്നെ ശുശ്രൂഷാപരമാക്കുന്നു. ആമേൻ എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. അവൻ പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളത്, നിന്റെ രാജത്വത്തിന് ചെങ്കോൽ, നേരുള്ള ചെങ്കോൽ. ദൈവത്തിന് സ്തോത്രം. എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന സിംഹാസനമുള്ളവൻ, നീങ്ങിപ്പോകുന്ന, ദൈവത്തിന് സ്തോത്രം, റോമൻ കൈസറുടെ മനോഗത പോലെ മാറ്റുകയും മറിക്കുകയും ചെയ്യുന്ന മനുഷ്യനിർമ്മിതമായ ഒരു സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് വിധിക്കുന്ന പീലാത്തോസിന് മുമ്പിൽ നിന്നുകൊടുത്തുവെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കണം, അവൻ നമ്മെ വീണ്ടെടുക്കുവാൻ കൊടുത്ത വില എന്നുള്ളത്. നീങ്ങിപ്പോകാത്ത, എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഭൂമിയെ വാണിരുന്ന കർത്താവ് മനുഷ്യനിർമ്മിതമായ സിംഹാസനത്തിൽ, സ്ഥിരമല്ലാത്ത സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ന്യായം വിധിക്കുന്ന പീലാത്തോസിന് മുമ്പാകെ റോമൻ കത്തരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ തുറക്കാൻ നിന്നുവെങ്കിൽ അവന്റെ താഴ്മയുടെ, അവൻ ഏറ്റവും താഴേക്ക് ഇറങ്ങി വന്നതിന്റെ വില നാം മനസ്സിലാക്കണം. യേശു കർത്താവ് കൊടുത്ത വിലയെന്ന് പറയുന്നത് അതാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് വീണ്ടും പത്താമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകി പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. എന്നാൽ നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. Praise God. അവസാനിക്കാത്ത സംവത്സരങ്ങളുള്ളവൻ, നിത്യത മുതൽ നിത്യത വരെ സകലത്തെ ഭരിക്കുന്നവൻ, രാജാക്കന്മാരെ വാഴിക്കുകയും രാജാന്മാരെ അവൻ നീക്കുകയും ചെയ്യുന്നവൻ, അവനെ കൂടാതെ ഒരു അധികാരവുമില്ല. അവൻ സകലത്തിനും മേലെ ആയിരിക്കുന്നു, സർവത്തിനും മീതെ ആയിരിക്കുന്നു. രാജാക്കന്മാരുടെ രാജാവ്, കർത്താതി കർത്താവ്, രാജാതി രാജാവായവൻ. ഒരു പ്രവിശ്യ ഗവർണറുടെ മുമ്പാകെ തലകുമ്പിട്ട് നിൽക്കുന്ന രംഗം ആലോചിച്ച് നോക്കുക. മനുഷ്യന്റെ കൈയാൽ, മനുഷ്യന്റെ കയ്യിൽ നിന്ന് തുപ്പലേൽക്കുന്ന രംഗം. അവന്റെ മുഖത്തെ രോമമെല്ലാം അവർ പറിച്ചെടുത്തു. ഞാനത് വിവരിക്കുന്നില്ല. യെശയ്യാ പ്രവചനത്തിൽ 53:3 നാം ഇങ്ങനെ വായിക്കുന്നു, അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായി തീർന്നു. യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. പ്രൈസ് ഗോഡ്. സ്വർഗത്തെക്കാൾ ഉന്നതനായിരുന്നവൻ, അവസാനിക്കാത്ത സംവത്സരങ്ങൾക്ക് അധിപനായിരുന്നവൻ, നിത്യത മുതൽ നിത്യത വരെ അവൻ ദൈവമായിരുന്നവൻ, നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി എന്ന് നാം വായിക്കും. ദൈവത്തിന് സ്തോത്രം. 2 കൊരിന്ത്യർ 5:21 വാക്യത്തിൽ നമുക്ക് അതിനു മുമ്പ് പീലാത്തോസിന്റെ പ്രസ്താവന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സുവിശേഷങ്ങളിൽ പീലാത്തോസ് പറയുകയാണ്, മാറി മാറി യേശു കർത്താവിനെ വിസ്തരിച്ചതിന് ശേഷം പീലാത്തോസ് പറയുകയാണ്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. നിർദോഷിയായിരുന്നവൻ, പ്രൈസ് ലോർഡ്, വിശുദ്ധനായിരുന്നവൻ, നിർമ്മലനായിരുന്നവൻ. ആമേൻ, ഹല്ലേലൂയ. ആ കർത്താവിന്റെ നേരെ അനവധി കള്ളസാക്ഷികളും കുറ്റാരോപണങ്ങളും വന്നെങ്കിലും അതൊന്നും തെളിയിപ്പാൻ കഴിയാതിരുന്നപ്പോൾ പീലാത്തോസ് പറയുകയാണ്, ഈ നീതിമാന്റെ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല, ഇവന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് പീലാത്തോസ് കൈ കഴുകി. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പറയണ 2 കൊരിന്ത്യർ 5:21 2 കൊരിന്ത്യർ 5:21 പൗലോസ് പറയുകയാണ്, പാപമറിയാത്ത
അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ദൈവത്തിന് സ്തോത്രം. ഇവൻ നീതിമാൻ, ഞാൻ ഇവൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പീലാത്തോസ് വിധിച്ച യേശു കർത്താവിനെ കുറിച്ച് പൗലോസ് പറയുകയാണ്. അവൻ പാപം ചെയ്തില്ല, അവനിൽ പാപമില്ലായിരുന്നു, അവൻ പാപം അറിഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളവരെ, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ പ്രിയമുള്ളവരെ, നമ്മെ വീണ്ടെടുക്കുവാൻ കർത്താവ് കൊടുത്ത വില എന്ന് പറയുന്നത് നിർദോഷമായിരുന്ന, നിഷ്കളങ്കനായിരുന്ന, നിർമ്മലനായിരുന്ന, സ്വർഗത്തെക്കാൾ പരിശുദ്ധനായിരുന്ന, ഉന്നതനായിരുന്ന കർത്താവ് നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു എന്നുള്ളതാണ് അവൻ കൊടുത്ത മറ്റൊരു വില എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 5-9 വാക്യത്തിൽ ദൂതന്മാർ ഒരുമിച്ച് വിളിച്ചു പറയുന്നത്, നീ അറുക്കപ്പെട്ടതിന്റെ രക്തം കൊണ്ട് സർവ്വദേശത്തിലും സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ദൈവത്തിന് സ്തോത്രം. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 18-19 വാക്യം നമുക്ക് വളരെ പരിചിതമായ വാക്യങ്ങളാണ്. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. അവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുന്ന കാര്യം, ആമേൻ, നമ്മെ വീണ്ടെടുത്തത് വെള്ളി പൊന്ന് മുതൽ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കണ്ടല്ല. ആമേൻ, നമുക്ക് വളരെ പരിചിത വാക്യമാണല്ലോ നമ്മളിങ്ങനെ വായിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന അടിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസന പരിശോധന വിലയേറുതെന്ന് യേശു ക്രിസ്തു നാളിൽ അതിനുശേഷം താൻ പറയുകയാണ്, വ്യർത്ഥവും പുതുപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നു വെള്ളി മുതൽ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷം നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. നമ്മെ വീണ്ടെടുത്തത്, നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം കൊടുത്ത വില എന്ന് പറയുന്നത് പൊന്നും വെള്ളിയും ആമി ലോകത്തിൽ നശിച്ചു പോകുന്ന ഒന്നും കൊണ്ടല്ല, മുഴു ലോകത്തിന്റെ വില കൊണ്ടല്ല, മറിച്ച് ആമി ക്രിസ്തു എന്ന നിർദോഷ നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 6 മുതൽ 11 വാക്യങ്ങൾ കൂടെ നാം അതിനോട് ചേർന്ന് വായിക്കുന്നു. രാത്രിയിൽ തിരുവചനമാണ് നമ്മോട് ഹൃദയമായി സംസാരിക്കുന്നത്. നാം സംസാരിക്കുന്ന വിഷയത്തെ ഉറപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ അതിന്റെ 6-ാമത്തെ വാക്യമാണ് നാം ഇങ്ങനെ വായിക്കുന്നത്. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നാം അഭക്തന്മാരായിരുന്നു, എന്നാൽ പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, അഭക്തന്മാരായിരുന്നു നമുക്ക് വേണ്ടി തക്ക സമയത്ത് മരിച്ചു. ദൈവത്തിന് സ്തോത്രം. 12-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നതിന്റെ 12-ാമത്തെ വാക്യം, അതുകൊണ്ട് ഏക മനുഷ്യൻ പാപവും പാപത്താൽ മരണലോകത്ത് കടന്നു, ഇങ്ങനെ എല്ലാവരിലും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ തുടർന്ന് വായിക്കുന്നത്, ആമേൻ, അതിന്റെ 19 ഞാൻ പെട്ടെന്ന് പറയുന്നത് 19-ാമത്തെ വാക്യം 5-19 റോമർ 5-19, ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നത് പോലെ ഏകന്റെ അനുസരണത്താൽ അനേകം നീതിമാനായി തീർന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ, ആദമിന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ദൈവത്തിന് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. 15-ാമത്തെ വാക്യത്തിൽ 5-15 നമ്മളാണ് വായിച്ചത്. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. 5-ാം അധ്യായത്തിന് 17-ാമത്തെ വാക്യത്തിൽ കൂടെ നാം ഇങ്ങനെ വായിക്കുന്നു, ഏകന്റെ ലംഘനത്താൽ മരണമായ ഏക നിമിത്തമാണെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു ഏക നിമിത്തം ഏറ്റവും അധികമായ ജീവനിൽ വാഴും. പ്രിയമുള്ളവർ, ഇന്ന് രാത്രിയിൽ ജീവനിലേക്ക് കടക്കുവാൻ, ജീവനിൽ വാഴുവാൻ നമ്മെ ഇടയാക്കിയത്, നമുക്ക് പര്യാപ്തമായി തീർന്നത് അപ്പോസ്തലനായ പൗലോസ് വീണ്ടും പറയുകയാണ്, ഏകനായവൻ, ഹല്ലേലൂയ, ആ ഏകജാതനായ പുത്രന്റെ ക്രൂശ് മരണ നിമിത്തം ആമേൻ നമുക്ക് ആമേൻ നിത്യതയിലേക്ക് പ്രവേശനം ലഭിച്ചു. ആമേൻ. ആമേൻ. യേശു ക്രിസ്തു ഏക നിമിത്തം ഏറ്റവും അധികമായി നാം ജീവനിൽ വാഴും എന്നാണ് പറയുന്നത്. 1 പത്രോസ് 2:24 നാം അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, നാം പാപ സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് മാത്രമല്ല, യേശു കർത്താവ് നമുക്ക് വേണ്ടി നൽകി വില എന്ന് പറയുന്നത് അവന്റെ സ്വന്തം ജീവനെയാണ്, സ്വന്തം പ്രാണനെയാണ്, സ്വന്തം ശരീരമാണ്, സ്വന്തം രക്തമാണ്. അതുകൊണ്ടാണ് പത്രോസ് അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. രാത്രി വീണ്ടെടുപ്പിന്റെ വിലയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കുവാൻ കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ
ദൈവദാസന്മാർ ദൈവം സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് ആമേൻ നിലവിളിയോട് അഭയാജനോട് കർത്താവ് യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ക്ഷണത്തിൽ അവർ രക്ഷിക്കപ്പെട്ടു. വാസ്തവമാണ്. ആമേ ഒരു കാലത്ത് അങ്ങനെയുള്ള മാനസാന്തരങ്ങൾ ഏറ്റുപറച്ചിലൊക്കെ വളരെ വികാരഭരിതമായിരുന്നു. കണ്ണുനീരിന്റെ നിലവിളിയുടെ ശബ്ദങ്ങളായിരുന്നു. എന്നാൽ ഈ നാളുകളിൽ അങ്ങനെയുള്ള എങ്കിലും വചനം കേൾക്കുമ്പോൾ പ്രതികരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിന് വരവ് ഏറ്റവും ആസന്നമായിരിക്കുക. ഈ നാളുകളിൽ പ്രത്യേകാൽ ഈ സുവിശേഷത്തിന് യേശു ക്രിസ്തുവിലെ ആ വിശ്വാസം മൂലം മാത്രമേ വീണ്ടെടുപ്പുള്ളൂ എന്നുള്ള സത്യം ഈ ലോകത്തോട് വിളിച്ചു പറയുവാൻ അധികമായി നാം ഉത്സവിക്കേണ്ടതാകുന്നു. 1 പത്രോസ് 1-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യം മുതൽ 1:3 മുതൽ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ നമ്മെ വീണ്ടെടുത്ത് മുഖാന്തരം നമുക്ക് ലഭിച്ച നന്മകളെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ലഭിച്ച ചില നന്മകൾ എന്താണ്? ഇഗ്നോറൻസ് ടു ദ നോളജ് ഓഫ് ക്രൈസ്റ്റ്. നമ്മുടെ അജ്ഞാനകാലം, അജ്ഞാനികളായിരുന്ന അവസ്ഥയിൽ നിന്ന് യേശു കർത്താവിന്റെ പരിജ്ഞാനത്തിലേക്ക് ഈ വീണ്ടെടുപ്പ് നമ്മെ കൊണ്ടുവന്നു. ഹോപ്പ്ലെസ് ടു ലിവിംഗ് ഹോപ്പ്. പ്രത്യാശയില്ലാതെ നമ്മെ ജീവനുള്ള പ്രത്യാശയിലേക്ക് ഈ വീണ്ടെടുപ്പ് കൊണ്ടുവന്നു. അന്ധകാരത്തിലായ നമ്മുടെ മേല് ഒരു അത്ഭുത പ്രകാശം ഉദിക്കുവാൻ കാരണമായി തീർന്നത് യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പാണ്. ജനമല്ലാതിരുന്ന ദൈവത്തിന് സ്തോത്രം. ഫ്രം ബീങ് നോബഡി ടു ബീങ് ദ പീപ്പിൾ ഓഫ് ഗാഡ്. ആരുമല്ലാതിരുന്ന, ജനമല്ലാതിരുന്ന നമ്മെ ദൈവത്തിന്റെ ജനമാക്കി തീർത്തത് യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പാണ്. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, ഫ്രം ബീങ് ദ ഒബ്ജക്ട് ഓഫ് കണ്ടംനേഷൻ. ദൈവത്തിന് ന്യായവിധിക്ക്, ശിക്ഷാവിധിക്ക് പാത്രീഭൂതരായിരുന്ന നമ്മെ കൃപയ്ക്ക് ഓഹരിക്കാരാക്കി തീർത്ത, കരുണാപാത്രങ്ങളാക്കി തീർത്ത സംഗതി എന്തെന്ന് ചോദിച്ചാൽ എന്റെ കർത്താവിൽ മൂലം നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പാണ്. ദൈവത്തിന് സ്തോത്രം. കരുണാപാത്രങ്ങളാക്കി നമ്മെ തീർത്തത്, കൃപയ്ക്ക് ഓഹരിക്കാരാക്കി തീർത്തത് യേശു കർത്താവിന്റെ ക്രൂശിലെ മരണമാണ്. രക്തം ചിന്താതെ വിമോചനമില്ല. പഴയ നിയമകാലത്ത് ആട്ടുകൊറ്റന്മാരുടെ കാളക്കിടാങ്ങളുടെ രക്തം കൊണ്ട് ഇസ്രായേൽ ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി മഹാപുരോഹിതനാണ്ടിൽ ഒരിക്കൽ കടന്നു പോകുന്നത് പോലെയല്ല കാലാവസാനത്തെങ്കിൽ കാലത്തിന്റെ ദൈവമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു സ്വർഗത്തിലെ തന്റെ സകല മഹിമകളും വിട്ടൊഴിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്ന് ഇരുകള്ളന്മാരുടെ നടുവിൽ 3 ആണുകളിൽ തൂങ്ങി മരിച്ച് തന്റെ പ്രാണനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ആ യാഗത്താൽ, ഒരിക്കലായി ചെയ്ത യാഗത്താൽ നമുക്ക് എന്നേക്കുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. ഈ വീണ്ടെടുപ്പിന് വില അവൻ കൊടുത്തത് സ്വന്തം പ്രാണനെ, സ്വന്തം ജീവനെ, സ്വന്തം പദവികളെ, സ്വന്തം അധികാരത്തെ, സിംഹാസനത്തെ ഇതെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് വേഷത്തിലെ മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഈ കർത്താവിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ, അവൻ നമുക്ക് വേണ്ടി വീണ്ടെടുപ്പായി തീർന്ന മറുവിലെ ഓർക്കുമ്പോൾ നമ്മുടെ പ്രവാസകാലം അധികം ഭക്തിയോടും ഭയത്തോടും കർത്താവിനെ ഏൽപ്പിച്ച ശുശ്രൂഷ അതിന്റെ തികവോട് ചെയ്തെടുപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. ഈ വചനം കേട്ട ഏവരെയും കർത്താവിനായി ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ചിന്ത അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ചില വിഷയങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥനാധ്വനിയുടെ ഈ പേജിൽ കൂടെ നമ്മൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് നാം ഒരു സഹോദരനുണ്ട്, കഴിഞ്ഞ ദിവസം കേൾക്കുന്നുണ്ടായല്ലോ, പാമ്പ് കടിയേറ്റ് അത്യാസനത്തിലാക്കുന്ന ഒരു സഹോദരനുണ്ട്, നാം പ്രാർത്ഥിപ്പാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്ന് രാത്രിയിൽ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയമാണ് നോർത്ത് ഇന്ത്യയിൽ നമുക്കറിയാം അനേക ദേവദാസന്മാർ ദിനേന പീഡിപ്പിക്കപ്പെടുകയാണ്. ഈ ദിവസങ്ങളിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ ആശാവഹമായ ചില ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് വാർത്തകൾ അവ്യക്തമാണെങ്കിലും അടുത്ത ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ മതനിരോധന ബില്ല് പാസാക്കിയ ഗവൺമെന്റുകളോട് അവരുടെ കാര്യങ്ങൾ പറയുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ നിയമങ്ങൾ കരിനിയമങ്ങളാണ്. അങ്ങനെ ഇന്ത്യൻ ഭരണയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ നിയമങ്ങൾ പാസാക്കാൻ കഴിയുകയില്ല. അവരുടെ വാദം കേൾപ്പാനായിട്ട് സുപ്രീം കോടതി അനുമതി ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. ദൈവജനത്തെ തടയുവാൻ, സുവിശേഷത്തിന്റെ വ്യാപനത്തെ തടയുവാൻ, ദൈവപ്രത്തെ തടയുവാൻ ഈ ലോകത്തിന് അധിപതിയായവൻ അധികാരസ്ഥന്മാരെ ഉപയോഗിച്ച് നിയമങ്ങളെയൊക്കെ മാറ്റിമറിച്ച് തന്റെ ജനത്തിന് വിരോധമായി രേഖ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു ദാനിയേലുമാരായി നമുക്ക് മാറാം. രേഖ എഴുതിയിരിക്കുന്ന അറിഞ്ഞപ്പോൾ മുമ്പ് ചെയ്തു വന്നതുപോലെ ദാനിയേൽ ദൈവത്തിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ നിയമങ്ങളെ മാറ്റിമറിപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിന് നിമിഷം മതി.
അധികാരങ്ങളെ തന്നെ തൊട്ട് ദൈവം ഇടപെടേണ്ടതിനായിട്ട് നമുക്ക് ഇന്ന് രാത്രിയിൽ ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വ കർത്താനദാസൻ പ്രിയ ബെൻസൺ പാസ്റ്റർക്ക് വേണ്ടി, തന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ മഹത്വമുള്ള വേല വളരെ ഞെരുക്കത്തോടെ, സങ്കടത്തിലും കഷ്ടത്തിലും വലിയ പലതരത്തിലുള്ള വെല്ലുവിളികളുടെ നടുവിൽ കൊണ്ട് ചെയ്യുന്ന ദേവദാസന്മാരുണ്ട്. അനേക ദേവദാസന്മാർ തുറുങ്കിലടയ്ക്കപ്പെട്ടിട്ടുണ്ട്. ജാമ്യം കൊടുക്കാതെ, കാരണമൊന്നും കൂടാതെ, പ്രോപ്പറായിട്ട് FIR പോലും വിടാതെ തുറുങ്കിലടയ്ക്കപ്പെട്ട അനേക ദേവദാസന്മാരുണ്ട്. അവരുടെ നിലനിൽപ്പിനായി, ദൈവത്തിന്റെ കൃപയുടെ മേൽ പകരേണ്ടതിനായി നമുക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണിലും അടച്ചിരുന്ന നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ മധ്യ ഒരു സഹോദര ദേവദാസൻ വിഷമേറ്റ്, സർപ്പദംശനമേറ്റ് ഹോസ്പിറ്റലായിരിക്കുന്നല്ലോ. എന്റെ കർത്താവേ, അവിടുന്ന് കരുണ കാണിക്കണമേ. പ്രിയപ്പെട്ടവരുടെ മനസ്സിലിടമേ കർത്താവേ. അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാണ്. സ്വർഗം കരുണ കാണിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കർത്താവെ, ഞങ്ങള് പ്രിയ ബെൻസൺ പാസ്റ്ററെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഇതിൽ സജീവാംഗങ്ങളായി വർക്ക് ചെയ്ത ദേവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലപ്പോഴായി ഈ പേജിൽ കൂടെ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ച ദേവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഞങ്ങളുടെ വാത്സല്യ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി കർത്താവെ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണമേ. അങ്ങയുടെ ദാസരെ ശുശ്രൂഷയെ ബലപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ. ഇന്ന് രാജ്യങ്ങൾ ഒരുമിച്ച് നോർത്ത് ഇന്ത്യക്ക് വേണ്ടി വിശേഷ കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനേക ദേവദാസന്മാർ തുറുങ്കിലടയ്ക്കപ്പെട്ടവരുണ്ട് കർത്താവെ. ജാമ്യം കൊടുക്കാതെ വല്ലാതെ മാനസികമായി ശാരീരികമായി ടോർച്ചർ ചെയ്ത് തുറുങ്കിലടയ്ക്കപ്പെട്ട ഞങ്ങളുടെ സഹോദരന്മാരുണ്ട് കർത്താവെ. ഞങ്ങൾ ദേവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാര്യമാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ബലപ്പെടുത്തണമേ. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കൃപ കൊടുക്കുമാറാകണമേ. ദൈവ രാജ്യത്തിലെ നിയമങ്ങളെ പൊളിച്ചെഴുതാൻ കർത്താവിന് കഴിയും. ദൈവം ഈ ദിവസങ്ങളിൽ നിന്റെ ജനത്തിന് അനുകൂലമായി സ്വർഗത്തിലെ ദൈവം ചില ക്രിയകളെ ചെയ്യുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടുന്ന് ഉന്നതന്മാരുടെ ഇടപെടുന്ന ദൈവമാണല്ലോ. രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ കർത്താവാണല്ലോ തിരിക്കുന്നതപ്പാ. അവിടുത്തെ കഴിയാത്ത ഒരു കാര്യമല്ല. ഈ ദിവസങ്ങളിൽ ഉണർന്ന് പ്രാർത്ഥിപ്പാൻ, ജാഗരിപ്പാൻ സ്വർഗജനത്തെ ഒരുക്കുമാറാകണമേ കർത്താവേ. ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഇതിൽ നല്ല സമയത്തിനായി സ്തോത്രം. വചനം കേട്ട എല്ലാവർക്കും അനുഗ്രഹിച്ചാട്ട് കൃപയിൽ പുതിയണം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. വൺസ് അഗെയിൻ താങ്ക് യു. കർത്താനദാസനും കൂടെയുള്ളവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.